ഇഷ്ടായി നല്ല ടേസ്റ്റ്. ഞാൻ എന്റെ കാര്യം ചോദിച്ചത് പങ്കുവയ്ക്കൂ സ്നേഹത്തിന്റെ രുചി. ഇവിടെ എല്ലാം സ്പെഷ്യലാണ്. ദ സോൾട്ട് റെസ്റ്റോറന്റ്, കാക്കനാട്, തോപ്പുംപടി ആൻഡ് പനമ്പള്ളി നഗർ. രാജീവ് ഗാന്ധി വെൽഫെയർ ഫോറത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. രാജീവ് ഗാന്ധി വെൽഫെയർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ MBBS, MBAS, +2, SSLC ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ജോൺസൺ ആന്റണിയുടെ അധ്യക്ഷതയിൽ ഹൈബീഡൻ MP നിലവറക്കോടതി ഉദ്ഘാടനം ചെയ്തു. ഞാൻ മധുരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ സിവിൽ സർവീസ് എക്സാം പാസ്സായി UPSC ക്ലിയർ ചെയ്തിട്ട് ഒരാളും ആദരിച്ചിട്ടില്ലെന്നാണ്. പക്ഷെ നിങ്ങളുടെ കൗൺസിലർ മുതൽ MLA യും MP യും റെസിഡൻസ് അസോസിയേഷൻ, പള്ളിയും അമ്പലങ്ങളും ഈ പറയുന്ന ഫോറങ്ങളും പ്ലാറ്റ്ഫോമുകളും എല്ലാം നിങ്ങൾ ആദരിക്കാൻ മുന്നോട്ടുകൊണ്ടിരിക്കുക. 99.5% കുട്ടികളാണ് കേരളത്തിലെ SSLC പാസ്സായിട്ടുള്ളത്. അതിൽ വലിയൊരു പക്ഷം, ഒരുപാട് കുട്ടികൾ A+ മുഴുവൻ മാർക്കിൽ കരസ്ഥമാക്കിയാണ്. ഈ ഭയങ്കര വിഷമം തോന്നിയ കാര്യം, ഇന്നലെ ഒരു കുട്ടി എന്നെ ഫോൺ ചെയ്തു. കുഞ്ചേട്ടൻ, ഇന്നലെ ഒരു കുട്ടി ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് 9 A+, ഒരു A ആണ്, എനിക്ക് ഈ അവാർഡ് കിട്ടാനുള്ള മാർഗമാണ്. ഡോക്ടർ അർജുൻ SC, ഡോക്ടർ അമൃത CH 1200 മാർക്ക് നേടിയ +2 വിദ്യാർത്ഥിനി ദേവിക ശ്രീജിത്ത്, കാരുണ്യ പ്രവർത്തകരായ CM ജസ്റ്റിൻ, റോസ്ലിൻ ജസ്റ്റിൻ ദമ്പതികൾ, കുസാറ്റിൽ ഷിപ്പ് ടെക്നോളജിയിൽ നല്ല സേവനത്തിനുള്ള അവാർഡ് ലഭിച്ച മണ്ഡലം സെക്രട്ടറി സേവ്യർ ജാക്സൺ, +2 SSLC വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. കൊച്ചി നഗരസഭ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തൊഴിൽ സാമഗ്രികൾ നൽകി. മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ, DCC സെക്രട്ടറി MR അഭിലാഷ്, മുൻ കൗൺസിലർ KK കുഞ്ഞച്ചൻ, DCC അംഗം ഷാജി കുറുപ്പശ്ശേരി, മണ്ഡലം പ്രസിഡന്റ് അവറാച്ചൻ നെട്ടുങ്കൽ, സാമൂഹ്യ പ്രവർത്തകൻ VD മജീന്ദ്രൻ, മൈനോറിറ്റി സെൽ ബ്ലോക്ക് പ്രസിഡന്റ് പ്രേം ജോസ്, തോപ്പുംപടി സംഗീത റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി CP സേവ്യർ, ട്രഷറർ ലിഫിൻ ജോസഫ്, സെക്രട്ടറി VJ ജേക്കബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.